ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയിലും ജലനിധിയിലും ആരോഗ്യ കേരളത്തിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. 5ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പൂജപ്പുര വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോം, ഇൻഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്റർ സ്ഥാപനങ്ങളിലേക്കാണ് വിവിധ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 21 രാവിലെ 11 മണിക്ക് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കരമന കുഞ്ചാലിമൂട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. നഴ്സിംഗ് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നഴ്സിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 1 ഒഴിവും ക്ലീനിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 2 ഒഴിവുമാണ് വന്നിരിക്കുന്നത്. നഴ്സിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30നും 45നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 24,520 രൂപയാണ് ലഭിക്കുക. ക്ലീനിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ 5ാം ക്ലാസ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30നും 45നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 9,000 രൂപയാണ് വേതനം ലഭിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ജലനിധിയിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. കണ്ണൂർ ജില്ലയിൽ ജലനിധി ജൽജീവൻ മിഷൻ പദ്ധതികൾ നിർവഹണം നടത്തുന്ന സർക്കാർ ഏജൻസിയായ KRWSA കണ്ണൂർ മേഖലാ കാര്യാലയത്തിനു കീഴിൽ ടെക്നിക്കൽ മാനേജർ, പ്രോജക്റ്റ് കമ്മീഷണർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ മാനേജർ പോസ്റ്റിലേക്ക് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലിലുള്ള BTech ആണ്. കൂടാതെ 8 വർഷത്തെ ജലവിതരണ പദ്ധതികളുടെ ഡിസൈൻ, നിർവഹണ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി ജലവിതരണ പദ്ധതികളിലുള്ള പ്രവൃത്തി പരിചയം അധിക യോഗ്യതയായിട്ട് പരിഗണിക്കുന്നതാണ്. പ്രോജക്റ്റ് കമ്മീഷണർ പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ BTech സിവിലാണ്. കൂടാതെ 2 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 9 രാവിലെ 10:30 തള PKG ആശുപത്രിക്ക് സമീപമുള്ള ജലനിധി ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആരോഗ്യ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പാലക്കാട് ജില്ലയിലാണ് കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യം റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ DME ഉണ്ടായിരിക്കണം. കൂടാതെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 14,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി വരുന്നത് 1/2/2023 40 വയസ്സ് കവിയരുത്. അടുത്തത് സ്റ്റാഫ് നഴ്സ് പാലിയേറ്റീവ് കെയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉണ്ടായിരിക്കണം. കൂടാതെ BCCPN പരിശീലനവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ KNMC രജിസ്ട്രേഷനും ആവശ്യമാണ്. പ്രതിമാസ ശമ്പളം 17,000 രൂപയാണ് ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും JPHN കോഴ്സ് പാസ്സായിരിക്കണം. കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 14,000 രൂപയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/2/2023 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്.
നിശ്ചിത സമയത്തിനുള്ളിൽ യോഗ്യത നേടാത്തവരെ പരിഗണിക്കുന്നതല്ല. അപേക്ഷകൾ യാതൊരു കാരണവശാലും ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.